മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ബിഗ് ബോസിലെ ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്ന് പ്രേക്ഷകർ മുദ്രകുത്തിയ 2 കണ്ടസ്റ്റൻസുകളായിരുന്നു നമ്മുടെ ആദിലയും നൂറയും. എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ചീപ്പ് ഗെയിമാണ് ആദിലയും നൂറയും കളിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നും വാണിംഗ് കിട്ടിയിരിക്കുകയാണ് ആദിലയ്ക്ക്. വേറൊന്നുമല്ല, ആദില പോയി നമ്മുടെ ആര്യൻ്റെ ജ്യൂസിൽ നിന്നും കുറച്ച് ജ്യൂസ് എടുത്ത് ജയിലിൽ കിടക്കുന്ന നെവീന് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതൊക്കെ ശരിക്കും ഫൗളാണ്. ഓൾറെഡി ഇന്നലെയും 2-3 തവണ ബിഗ് ബോസ് അനൗൺസ് ചെയ്തതാണ് ഇത് ടാസ്കിന് വേണ്ടി തന്നിരിക്കുന്ന ജ്യൂസാണ്, അതാരും എടുത്തു കുടിക്കരുത് എന്ന് പറഞ്ഞ്. എന്നിട്ടും ആദില വീണ്ടും അത് തന്നെ ചെയ്യുന്നു. അവസാനം എന്തായാലും ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്, ആദില ഇതിനുള്ള അധികാരം ആദിലയ്ക്ക് ആര് തന്നു എന്ന് ചോദിച്ച്. ഉടനെ സോറിയൊക്കെ പറഞ്ഞ് ആദില തിരിച്ചുപോയി ഇരിക്കുന്നു. ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല ആദിലയും നൂറയും ഇപ്പോൾ ചീപ്പ് ഗെയിമാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞത്. കുറച്ചു മുമ്പ് അനീഷിനോടുള്ള ആ ഒരു ആക്റ്റും കൂടി കണ്ടിട്ടാണ്. വളരെ കച്ചറ ടീംസായിട്ടാണ് ആദിലയും നൂറയും ഇപ്പോൾ മാറുന്നത്. ഈ ആഴ്ച ഓപ്പൺ നോമിനേഷൻ്റെ സമയത്ത് അനീഷ് ആദിലയെ നോമിനേറ്റ് ചെയ്തത് കൊണ്ടാണ് ആദിലയ്ക്ക് ഇത്ര ദേഷ്യം. ആദില വേണമെന്ന് വെച്ച് തന്നെയാണ് നമ്മുടെ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് ട്രിഗർ ചെയ്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രിഗർ ഗെയിം അല്ല, ഇത് നോർമൽ ഗെയിമാണ്. സത്യം പറഞ്ഞാൽ ഇവർ ഈ ഗെയിം കുളമാക്കാനാണ് നോക്കുന്നത്. അതല്ല ശരിക്കും ഈ ഗെയിമിൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യേണ്ട ഗെയിമുകളും ബിഗ് ബോസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ പോകേണ്ട ഒരു ഗെയിം അല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അതുപോലെ ചെയ്താൽ മതിയല്ലോ. ഇത്രയും എഫേർട്ട് ഇട്ട് ബോട്ടിലുകൾ കളക്ട് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് അതിനുശേഷം ഡീല് സംസാരിച്ച് പിന്നീട് ഈ ഓണർമാർ ക്വാളിറ്റി ചെക്കിങ്ങിന് പോയി ഇത്രയൊന്നും ടൈം കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ഗെയിം കുളമാക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ഇവർക്ക് പല രീതിയിലും കുളമാക്കാം. പക്ഷേ ഇവർ മെയിനായിട്ട് അനീഷിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തന്നെയാണ്. അതിന് റീസണായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അനീഷ് ആദിലയെ നോമിനേറ്റ് ചെയ്തത് കൊണ്ടാവാമെന്ന്. ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായിട്ട് റിയാസ് വന്നതിൽ പിന്നെ നൂറയുടെയും ആദിലയുടെയും ഗെയിം മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ച് അഹങ്കാരം കൂടി നമ്മുടെ ആദിലയ്ക്ക് വന്നിട്ടുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനി അഹങ്കാരമാണോ വിവരമില്ലായ്മയാണോ എന്ന് മനസ്സിലാവുന്നില്ല. ആദിലയുടെയും നൂറയുടെയും ഒക്കെ ഒറിജിനൽ സ്വഭാവം പുറത്തു വരാൻ വേണ്ടി തുടങ്ങി. ചിലപ്പോൾ ഇതൊരു റിയാസ് എഫക്റ്റ് ആയിരിക്കും. അനീഷ് എന്തായാലും നമ്മുടെ ആദിലേനെയും നൂറേനെയും എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ആദിലയും നൂറയും പറയുന്നത് ഇത് ഞങ്ങളുടെ ഗെയിമാണ്, ഞങ്ങളുടെ സ്ട്രാറ്റജി ആണെന്നൊക്കെയാണ്. പക്ഷേ ഇതൊരു ഗെയിമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും ആദിലയും നൂറയും ഇങ്ങനെ ആയിരിക്കണമല്ലോ. അനീഷിനോട് മാത്രം ഇങ്ങനെ കാണിക്കണമെങ്കിൽ അതിൽ ഒരു കാര്യവും ഇല്ലാതിരിക്കില്ല. എന്തായാലും വളരെ മോശപ്പെട്ട കച്ചറ ഗെയിമാണ് ഇപ്പോൾ ആദിലയും നൂറയും കളിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.